മഴ തോരും മുൻപിലെ വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാൻ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ സ്റ്റാൻലി ഔതക്കുട്ടിയെ വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പൻ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തണമെന്ന് സ്റ്റാൻലി ഔതക്കുട്ടിയോട് പറയുന്നുണ്ട്. എത്തുന്നുണ്ട്, ഇതാ ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഔതക്കുട്ടി എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാൻലിലേക്ക് എടുത്ത് വരികയാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഔതക്കുട്ടിയുടെ കാറ് വരുന്ന കാണുമ്പം പൗലോസും ആൻ്റപ്പനും പറയുന്നുണ്ട്, എന്തോ വിശേഷം ഉണ്ടല്ലോ ആൻ്റപ്പേട്ട, അതുകൊണ്ടാണല്ലോ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഔതക്കുട്ടി വരുന്നത്, എന്തോ പ്രശ്നമുണ്ടെന്ന് അവർ രണ്ടുപേരും പറയുന്നുണ്ട്. അപ്പം എന്തോ കാര്യം ഉണ്ടായിട്ടാണ് ഔതക്കുട്ടി വരുന്നതെന്ന് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഔതക്കുട്ടിയുടെ കാറ് കൊണ്ട് നിർത്തിയിട്ട് ഔതക്കുട്ടി ഇറങ്ങുന്നുണ്ട്. അപ്പം ഔതക്കുട്ടി ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേരും കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ല, മുന്നറിയിപ്പൊന്നും ഇല്ലാതെ ഔതക്കുട്ടാഴ്ച വരുന്നത് കൊണ്ട് നോക്കിയതാണെന്ന് എൻ്റെ പറയുന്നുണ്ട്. അപ്പം ഔതക്കുട്ടി ചോദിക്കുന്നുണ്ട്, എന്താ എൻ്റെപ്പ ഇവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ? ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല ഔതക്കുട്ടിച്ചയ, എന്താ ചോദിച്ചതെന്ന് ആൻ്റപ്പൻ ചോദിക്കുന്നുണ്ട്. അല്ല, എത്രയും പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വരാൻ സ്റ്റാൻലി വിളിച്ചു പറഞ്ഞു, അവനില്ലേ ഇവിടെ? ഉണ്ട്, മുകളിലുണ്ട് സാർ എന്ന് പറയണം. അങ്ങനെ ഔതക്കുട്ടി ആണെങ്കിൽ സ്റ്റാൻലിയുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ സ്റ്റാൻലി ചെന്ന് കാണുമ്പം തന്നെ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ എത്രയും പെട്ടെന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞത്? അപ്പനിരിക്കെ ഞാനൊരു വിശേഷം പറയാനാണ് വിളിച്ചത്, ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കാനെന്ന് പറയാണ്. അങ്ങനെ സ്റ്റാൻലി ആണെങ്കിൽ ബാലചന്ദ്രൻ വന്ന കാര്യം പറയാണ്. അവിടെ വന്ന് അപ്പൻ്റെ അടുത്ത് വന്ന് എൻ്റെ അഡ്രസ്സും തിരക്കി വന്ന ആരാണെന്ന് അപ്പൻ അറിയാമോ എന്ന് ചോദിക്കുകയാണ്. എനിക്കറിയത്തില്ല, ഏതൊരു ബിസിനസ്സുകാരനാണെന്ന് എന്നോട് പറഞ്ഞു. ആ ബിസിനസ്സുകാരൻ വൈജ, 23 വർഷത്തിന് മുമ്പ് എനിക്ക് ആഗ്രയിൽ വെച്ച് അടുപ്പമുള്ള വൈജയെ കുറിച്ച് ഞാൻ അപ്പനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ വൈജയുടെ ഭർത്താവാ എന്ന് പറയുന്നുണ്ട്. എന്തിനാ അയാൾ ഇപ്പോൾ നിന്നെ കാണാൻ വന്ന കാര്യം എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് ഞാനും വൈജയും തമ്മിൽ ആഗ്രയിൽ വെച്ച് പിരിയുമ്പം അവൾ 8 മാസം ഗർഭിണിയായിരുന്നു. അപ്പം അപ്പനോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. തിരിച്ചു ചെന്നപ്പോഴത്തേക്ക് അമ്മച്ചിയുടെ മരണശേഷം അതിൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു ചെന്നപ്പോഴത്തേക്ക് അവളുടെ വീട്ടുകാർ അവളെ കൊണ്ടുപോയായിരുന്നു. അതിനുശേഷം കുറേ വട്ടം ഞാൻ അവളുടെ വീട്ടിലൊക്കെ പോയി അന്വേഷിച്ചതിന് ശേഷം അവളെക്കുറിച്ച് ഒരു വിവരവും കിട്ടില്ല. അവൾ വിവാഹം കഴിഞ്ഞ് പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതൊക്കെ എനിക്ക് അറിയാത്ത കാര്യമല്ലോ, അതൊക്കെ നീ എന്താ ഇപ്പം എന്നോട് പറയുന്നതെന്ന് ഔതക്കുട്ടി ചോദിക്കുന്നുണ്ട്. അത് അന്ന് വൈജ പ്രസവിച്ച കുഞ്ഞിനെക്കുറിച്ച് പറയാനാണ് ബാലചന്ദ്രൻ വന്നതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഔതക്കുട്ടി അത് ഞെട്ടുന്നുണ്ട്. ആ കുട്ടിയെക്കുറിച്ച് എന്ത് കാര്യം അയാൾക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അത് അയാളുടെ വീട്ടിൽ എൻ്റെ മകൾ അന്ന് വൈജ പ്രസവിച്ച കുഞ്ഞ് വേലക്കാരിയായിട്ട് നിൽപ്പുണ്ടെന്ന്, ആ കുട്ടിയെക്കുറിച്ച് പറയാനാണ് ഇവിടെ വന്നതെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പോൾ ഔതക്കുട്ടി പറയാണ്, ആ കുട്ടി ഇത്രയും നാൾ എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഇപ്പം അയാൾ എങ്ങനെ അറിഞ്ഞ് അത് നിൻ്റെയും വൈജയുടെയും മകളാണെന്ന്? അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയത്തില്ല, അയാൾ എങ്ങനെയോ അറിഞ്ഞ് എൻ്റെ മോള് അവരെ വീട്ടിൽ വേലക്കാരിയായിട്ട് ചെന്നതാണ്. അതിനുശേഷം എങ്ങനെയോ അയാൾ അറിഞ്ഞ് വൈജയുടെയും എൻ്റെയും മകളാണെന്ന്. ആ കുട്ടിയെ ഏറ്റെടുക്കാൻ പറ്റുമോ എന്നറിയാനാണ് അയാൾ ഇവിടെ വന്നത്. എനിക്ക് തരാൻ എൻ്റെ സ്വന്തം മോളായിട്ട് ഇവിടെ വളർത്താൻ പറ്റുമോ എന്ന് അയാൾ ചോദിച്ച് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല എന്ന് ഔതക്കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്. ആലോചിച്ചതിന് ശേഷം മറുപടി വിളിച്ച് പറയാനാണ് ഞാൻ അയാളോട് പറഞ്ഞതെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പോൾ ഔതക്കുട്ടി കുറച്ച് ആലോചിച്ചിട്ട് പറയുകയാണ്, ഇത്രയും നാൾ ആ കൊച്ചെവിടെ പോയിരുന്നു? ഇത്രയും നാൾ അച്ഛനും അമ്മയും ഇല്ലാഞ്ഞിട്ട് അവൾ വളർന്നില്ലേ? വളരാതൊന്നും ഇരുന്നില്ലല്ലോ. 22 വർഷം അവൾ വളർന്ന്, ഇനിയും അങ്ങനെ തന്നെ വളരട്ടെ. അല്ലെങ്കിൽ അയാൾ നോക്കട്ടെ. ഇയാളെയൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ലാലിച്ച, ഇയാളൊക്കെ വെറും കാട്ടുകള്ളന്മാരായിരിക്കും എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി ഒന്ന് ആലോചിച്ചിട്ട് പറയാണ്, എനിക്കങ്ങനെ തോന്നില്ല, അയാൾ വന്ന് പറഞ്ഞതെല്ലാം സത്യസന്ധമായ കാര്യമാണെന്ന് എനിക്ക് തോന്നിയതെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പോഴും ഔതക്കുട്ടി പറയുന്നുണ്ട്, ഡാ നീ ആവശ്യമില്ലാതെ കണ്ടവരെ ഒന്നും വിശ്വസിക്കാൻ നിൽക്കല്ലേ. ഇത്രയും നാൾ ഒരടുപ്പമില്ലാത്ത ആൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നു നിൻ്റെ കുഞ്ഞ് അയാളുടെ കൂടെ ഉണ്ടെന്ന്. അതൊക്കെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കല്ലേ എന്ന് ഔതക്കുട്ടി പറയുന്നുണ്ട്. പിന്നെ നീ നിൻ്റെ മോളാന്നും പറഞ്ഞ് ഏറ്റെടുക്കുന്ന കുട്ടി, ആ കുട്ടി ഇങ്ങോട്ട് വരുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് നിനക്കറിയാലേ. ഇത്രയും നാൾ അത് എവിടെയോ വളർന്ന്, ആരുടെയും സഹായം ഇല്ലാതെ വളർന്ന്, ഇനി അതിനെ ഏറ്റെടുക്കാനൊന്നും നീ ഇറങ്ങണ്ട എന്ന് ഔതക്കുട്ടി പറയുന്നുണ്ട്. പിന്നെ ഈ വന്ന ആൾ സത്യസന്ധമായ കാര്യമാണോ പറയുന്നത്, അയാൾ ഈ പറയുന്നതെല്ലാം കള്ളത്തരമാണോ, അയാൾ കള്ളനാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് നീ ആലോചിച്ച് ചെയ്യണം ലാലിച്ച എന്നൊക്കെ ഔതക്കുട്ടി പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് ഒരു സംശയം വരുന്നുണ്ട്, ഇനി അലീനെ ഏറ്റെടുക്കണോ എന്നുള്ള കാര്യം. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തന്നെ അയാളെ വിളിച്ച് പറ, ഞാൻ വരുത്തില്ല, ആ കൊച്ചിനെ ഏറ്റെടുക്കാൻ ഞാൻ വരുത്തില്ല, ഞാൻ കൊണ്ടുപോരത്തില്ല എന്നുള്ള കാര്യം നീ വിളിച്ച് പറയാൻ ഔതക്കുട്ടി പറയുന്നുണ്ട്. അപ്പൻ്റെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട് ഞാൻ അയാളെ വിളിക്കാമെന്ന് വരും. കൈയോടെ തന്നെ വിളിച്ച് എത്രയും പെട്ടെന്ന് തന്നെ അയാളെ വിളിച്ച് നിൻ്റെ കാര്യം പറഞ്ഞുതരാം, അയാൾ പറയുന്നതൊക്കെ സത്യമാണെന്ന് നമുക്കിപ്പോഴും ഉറപ്പില്ല എന്ന് ഔതക്കുട്ടി പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് സ്റ്റാൻലി വിളിക്കുകയാണ്. അങ്ങനെ സ്റ്റാൻലി വിളിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ബാലചന്ദ്രൻ എടുക്കുന്നുണ്ട്. എന്താ സ്റ്റാൻലി, ആലോചിച്ച് തീരുമാനമൊക്കെ എടുത്തോ ചോദിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയാണ്, എനിക്ക് ഇപ്പോൾ താങ്കൾ പറഞ്ഞ തീരുമാനത്തോട് ഒരു യോജിപ്പും ഇല്ല എന്ന് പറയാണ്. എനിക്കിപ്പം
താങ്കൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രന് കുറച്ച് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, സ്വന്തം അച്ഛനെ മകളെ വേണ്ട പിന്നെ എന്തിനാ എന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, കുറച്ചും കൂടെ മാന്യമായിട്ട് ബാലചന്ദ്ര, ഞാൻ മാന്യമായിട്ടല്ലേ തന്നോട് സംസാരിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ കുറച്ച് ഭയങ്കര ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, വിവാഹത്തിന് മുമ്പ് എൻ്റെ ഭാര്യയ്ക്ക് ഒരു കൊച്ചിനെ ഉണ്ടാക്കി കൊടുത്ത് തന്നോട് ഇതിൽ കൂടുതൽ എന്ത് മാന്യതയിലാണ് ഞാൻ സംസാരിക്കേണ്ടത് സ്റ്റാൻലി ജോസഫ് എന്ന് ബാലചന്ദ്രൻ ഭയങ്കര ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. ഇനിയുള്ള കാര്യം ഞാൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളാം, അവൾ ഒരിക്കലും അനാഥയാവാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് വെക്കുകയാണ്. ഇത് ബാലചന്ദ്രൻ ആകെപ്പാടെ ഭയങ്കര വിഷമമാവുന്നുണ്ട്. അങ്ങനെ ടെൻഷനോടെയും ഭയങ്കര വിഷമത്തോടെയും ബാലചന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ്.